മലയാള സിനിമയിലെ എക്കാലത്തെയും മനോഹരമായ പ്രണയകാവ്യങ്ങളിൽ ഒന്നാണ് 1986 പുറത്തിറങ്ങിയ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച ഈ മോഹൻലാൽ ചിത്രം കെ സുധാകരൻ്റെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം എന്ന നോവലിനെ ആസ്പദമാക്കി ഉള്ളതാണ്. മുന്തിരിത്തോട്ടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ മനോഹരമായ പ്രണയകഥ സംവിധായകൻ നമുക്ക് മുമ്പിലേക്ക് എത്തുന്നത്. കഥയിലെ നായകനായ മോഹൻലാലിൻ്റെ സോളമൻ എന്ന മുന്തിരി കർഷകൻ തൻ്റെ ഗ്രാമത്തിലേക്ക് എത്തുന്നതോടെയാണ് സിനിമ ആരംഭിക്കുന്നത്. അവിടെ വെച്ച് അയാൾ തൻ്റെ അയൽവാസിയായ സോഫിയെ കാണുന്നു. ശേഷം അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രണയവും വീട്ടുകാരുടെ എതിർപ്പും തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതുമാണ് സിനിമ നമുക്ക് മുമ്പിൽ വെക്കുന്ന കഥ. എന്തായാലും സിനിമ പറഞ്ഞു വെക്കുന്ന സന്ദേശത്തിന് ഇന്ന് വലിയ കാലിക പ്രസക്തി ഉള്ളതാണ് എന്ന് തോന്നിയിട്ടുണ്ട്. സമൂഹം അതുവരെ ചിന്തിച്ചിരുന്ന ചില രീതികൾ ശരിയല്ല എന്നും കേവലം മാംസ നിബിഡമല്ല പ്രണയമെന്നുമാണ് പത്മരാജൻ പറഞ്ഞു വെക്കുന്നത്. സിനിമയിൽ സോളമൻ സോഫിയോട് നടത്തുന്ന പ്രണയാഭ്യർത്ഥന മലയാള സിനിമയിലെ ഏറ്റവും മനോഹരമായ പ്രപ്പോസൽ സീനുകളിൽ ഒന്നാണ്. ബൈബിളിൽ ഉത്തമഗീതത്തിൽ വചനം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം സോഫിയോട് ഇങ്ങനെ പറഞ്ഞു: നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതളനാരകം പൂക്കുകയും ചെയ്തോ എന്ന് നോക്കാം. ഇത്രയും കേട്ടിട്ട് ആശ്ചര്യത്തോടെ നിൽക്കുന്ന സോഫിയോട് ബാക്കി അറിയാമോ എന്ന് സോളമൻ ചോദിക്കുന്നു. അവൾ പോയി ബൈബിൾ വായിക്കുന്നു. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതളനാരകം പൂക്കുകയും ചെയ്തോ എന്ന് നോക്കാം. അവിടെ വെച്ച് നിനക്ക് ഞാൻ എൻ്റെ പ്രണയം തരും. ഇതിൽ അവിടെ വെച്ച് നിനക്ക് ഞാൻ എൻ്റെ പ്രണയം തരും എന്നത് മോഹൻലാലിൻ്റെ ശബ്ദത്തിൽ അവൾ വായിക്കുന്നതായി കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്. അവിടെ ജോൺസൺ മാഷിൻ്റെ മനോഹരമായ മ്യൂസിക് കൂടിയാകുമ്പോൾ പറയുകയും വേണ്ട. മലയാളത്തിലെ ഏറ്റവും മനോഹരമായ പ്രണയരംഗമായി ഇത് നമുക്ക് മുമ്പിൽ കാണുന്നു. ഈ ചിത്രം കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങൾക്ക് കണ്ടിരിക്കാവുന്ന ചിത്രങ്ങളിൽ ഒന്നാണ്.